ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ നമ്മുടെ മനുവിൻ്റെ അലീനയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിഞ്ഞാലോ. നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഓരോ ദിവസവും വരുന്നത്. നമുക്ക് അടുത്ത ദിവസം എന്താകും എന്നൊരു ആകാംക്ഷയോടെയാണല്ലേ നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട. പുതുതായിട്ട് വരുന്ന എൻ്റെ എല്ലാ പുതിയ വ്യൂസും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ കേട്ടാലോ. അപ്പോൾ നാളെ ഈ നമ്മുടെ രോഹിത്തിൻ്റെ വീട്, രോഹിത്തിനെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് ഹരിയുടെ വീട് പോയി പോലീസ് അവിടെയൊക്കെ ഒന്ന് ഹരിയുടെ റൂമും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് എല്ലാം കുറച്ച് സംഭവങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ രോഹിത്തിൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ രോഹിത്തിൻ്റെ വീട്ടിലെത്തി പോലീസ് ജീപ്പ് കണ്ടോറിനെ കൃഷ്ണമോൾ അലീനയ്ക്ക് ആകെ പേടി. അപ്പോൾ ഒന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ അലീന ചെന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ഇന്നതുപോലെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ രോഹിത്തിൻ്റെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം, ഇവിടെ മറ്റാരും ഇല്ലേ, വലിയവരാരും ഇല്ലേ എന്ന് ചോദിച്ചു. ബാലചന്ദ്രനൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലൈസ് ആണെന്ന് അലീന പറയുന്നുണ്ട്. കൃഷ്ണമോക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ആരാ ഇനിയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ബബിത ഉണ്ടെന്ന് ചോദിച്ചു. അതാരാന്ന് ചോദിക്കുമ്പോൾ അലീന പറയും എൻ്റെ അനിയത്തിയാണെന്ന് പറയും. പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോലീസ് പറയാണ്. അങ്ങനെ കൃഷ്ണമോൾ പോയി ബബിതയുടെ അടുത്ത് പറയണം, ഇങ്ങനെ പോലീസ് താഴെ വന്നിട്ടുണ്ട്, അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനും രോഹിതേട്ടൻ്റെ റൂമൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ബബിതേനെ വിളിക്കണം. അങ്ങനെ ബബിത താഴോട്ട് വരികയാണ്. അങ്ങനെ പോലീസുകാർ അലീനയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിതേനെ ഒരു കോൺസ്റ്റബിൾ ലേഡീസ് കോൺസ്റ്റബിൾ വിളിച്ചിട്ട് മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പം ബബിത പറയും എൻ്റെ പേര് ബബിത എന്നാണ്, എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. നിനക്ക് ഹരിയെ അറിയാവോ എന്ന് ചോദിക്കും. അപ്പം ബബിത ഒന്ന് ഇതായിട്ട് പറയും, എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകനാണ് ഹരിയേട്ടൻ എന്ന് പറയും. ഓക്കെ, നീയും ഹരിയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഇതാണ് കസിനാണെന്നൊക്കെ പറയും. അപ്പോൾ അല്ലാണ്ട് വേറൊരു റിലേഷനും ഇല്ലേന്ന് ചോദിക്കുകയാണ് പോലീസ്. അപ്പോൾ അവരിങ്ങനെ ഇട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് ബബിത പിടി കൊടുക്കുന്നില്ല. ബബിതയ്ക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ എന്തെങ്കിലും രോഹിത്തിൻ്റെ ഫോണിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ. അപ്പം ആ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ വേറൊരു ബന്ധങ്ങളില്ലെങ്കിൽ ഹരിയുടെ ഫോണിൽ എങ്ങനെയാണ് നിൻ്റെ കുറച്ച് നഗ്നചിത്രങ്ങളും വീഡിയോസും മറ്റുമൊക്കെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ബബിത അങ്ങ് ഷോക്കായി പോവാണ്. എന്നുവെച്ചാൽ പ്രതീക്ഷിച്ചില്ല കഥ ആ ഫോണിൽ കാണുമെന്നും അതിനെ സംബന്ധിച്ച് ഇനി ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും നൂലാമാലകൾ വരുമെന്നും ബബിത ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ബബിതയ്ക്ക് സത്യം പറയാണ്ട് പറ്റില്ല. അപ്പം ബബിതയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യവും പറയും. അങ്ങനെ അവർ എവിടെ ഒരു ദിവസം പോയപ്പോൾ ഈ ഹരി പുറകെ വന്ന് വീഡിയോ എടുത്ത് അത് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മോശമായിട്ടൊക്കെ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, നിന്നെയൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് നിനക്കൊക്കെ കാമുകൻ്റെ കൂടെ ചുറ്റിത്തിരിയാനും അതിനൊക്കെയാണോ നേരമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമായിട്ട് ഞങ്ങളെ വിളിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞോണമെന്ന് പറയുന്നുണ്ട്. ബബിത ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബബിത ഞെട്ടലോടുകൂടിയാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ബബിത വിചാരിച്ചില്ല തൻ്റെ ജീവിതത്തിൽ കാര്യം ഈ കാമുകൻ്റെയും ഈ നഗ്ന ഫോട്ടോകൾ ഹരിയുടെ ഫോണിലുണ്ടെന്നൊക്കെ വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് ബബിത ഒരു നിമിഷം ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട മട്ടിലാണ്. അടുത്ത അലീനയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അലീനയെ ചോദ്യം ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഈ രോഹിത്തും ഹരിയും നിന്നെ എപ്പോഴെങ്കിലും ലൈംഗികമായിട്ട് നിന്നെ അവർ ഇതാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അലീന ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവർ നിന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴും അലീന വിട്ടുകൊടുത്തില്ല. അലീന ഇല്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം അലീനയുടെ മൊഴി കാരണം ഇനി അവർക്ക് പുറത്തിറങ്ങുന്നതിൽ എന്തെങ്കിലും തടസ്സം വരണ്ട എന്ന് കരുതിയിട്ടാണ് അലീന അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെ ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി തന്നെ വരും, വിശദമായി ഒന്ന് ചോദ്യം ചെയ്യണം. സാർ എന്താണെങ്കിലും ഇവിടെ വെച്ച് ചോദിച്ചോളൂ. അല്ല നിന്നെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം, നിന്നെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ കൃഷ്ണമോക്ക് ആകെ ഒരു വല്ലാത്ത ഭയവും പേടിയും തോന്നുകയാണ്. അലീന ചേച്ചിയും കൂടെ ഇനിയിപ്പോൾ കൊണ്ടുപോയാൽ ഇവിടെ ആരാ, ബബിതേച്ചിയോ? അതുള്ളതും ഇല്ലാത്തതും കണക്കാണ്. കൃഷ്ണമോൾ ആകെ പേടിക്കണം. അപ്പോൾ അലീന പറഞ്ഞ മോള് പേടിക്കണ്ട, ചേച്ചി പോയതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അലീനെ ഒരു
കോൺസ്റ്റബിൾ ഒന്ന് കൈ പിടിക്കണം. അപ്പോൾ അലീന കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അലീന വണ്ടി കയറി സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അലീന അന്തം വിടും. കാര്യം എന്ന് വെച്ചാൽ ചെന്നിറങ്ങുമ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സും അല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ചുറ്റിനും കൂടി എന്തോ ഒരു സംഭവം നടന്നതുപോലെ അലീനെ ഇങ്ങനെ നോക്കുകയാണ്. എന്ന് വെച്ചാൽ അലീന എന്തോ തെറ്റ് ചെയ്തോ അതോ അലീനനെ ആരെങ്കിലും റേപ്പ് ചെയ്തോ എന്നൊക്കെ ഒരു മട്ടിൽ അലീനെ എല്ലാവരും ഫോട്ടോ എടുക്കണം. അലീനയ്ക്ക് ആകെ ഒരു പേടിയും ഭയവും തോന്നി. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ കൃഷ്ണൻ മോള് അലീനയെ കൊണ്ടുപോയ ഉടനെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയം അലീനയുടെ ഫോണിൽ ആരോ ഒരാൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം കൃഷ്ണമോൾ ഓടി ചെന്ന് ഫോൺ എടുത്തപ്പോൾ അത് രേവതി കുട്ടിയാണ്. അപ്പോൾ രേവതി കുട്ടിയുടെ അടുത്ത് പറയും എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ ഉള്ള കാര്യം പറയുകയാണ്. അലീന ചേച്ചീനെ ഇങ്ങനെ പോലീസ് ഇങ്ങനെ വന്നിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിക്കണമെന്ന് പോലീസ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ രേവതി കുട്ടിയും ആകെ അന്താളിക്കുകയാണ്. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോൾ രേവതിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ശേഷം മനുശങ്കറിനെ വിളിക്കുകയാണ്. എന്നിട്ട് മനുവേട്ട ഇങ്ങനെ പോലീസ് വന്നു, രോഹിതേട്ടൻ്റെ റൂമൊക്കെ നോക്കി, എന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. രോഹിതേട്ടൻ്റെ റൂം സെർച്ച് ചെയ്തിട്ട് ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവർ ചോദിച്ചു അലീന ചേച്ചിയുടെ അടുത്ത് നിങ്ങൾ ഈ റൂം ക്ലീൻ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അലീന ചേച്ചി ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഒരു എവിഡൻസും രോഹിതേട്ടനെതിരായിട്ടുള്ളതായിട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ട് അവർ അലീന ചേച്ചീനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം, വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മനുവേട്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആകെ പേടിയാവുകയാണ് മനുവേട്ട എന്നൊക്കെ പറയുകയാണ്. അപ്പം മനുശങ്കർ അത് കേട്ടപ്പോൾ തന്നെ ആകെ ഞെട്ടുകയാണ്. എന്താണ് ഒരു തെറ്റും ചെയ്ത് അലീനയെ എന്തിനാണ് കൊണ്ടുപോയത്? അത് മോള് പേടിക്കേണ്ട, മനുവേട്ടൻ ഇപ്പോൾ തന്നെ പോയി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അലീനയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനുശങ്കർ സ്റ്റേഷനിലോട്ട് വെച്ച് പിടിക്കാനായിട്ടോ. അപ്പം കമല ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഈ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകണമെന്ന് പറയും. കമലയുടെ വിചാരം മനുവിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോകണമെന്ന്. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. മനു നേരെ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റേഷനിലോട്ട് വിട്ടു. അവിടെ ചെന്ന് ആ ഫ്രണ്ടിലെ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ അലീന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഞാൻ കസിനാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ആരാണെങ്കിലും ഇവിടെ തന്നെ നിൽക്കുക, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം എന്തായാലും കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മനുശങ്കരന് ആകെ ഒരു ബുദ്ധിമുട്ടായി, വിഷമമായി. എന്താണ് അലീനയെ കൊണ്ടുപോകാനുള്ള കാരണം? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ അലീനയായിട്ട് കണക്ട് ചെയ്യണം എന്താണ് എന്നൊക്കെയുള്ള ഒരു ഇതായി. അല്ലെങ്കിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും സാഹചര്യമാണ്. ഒരു വക്കീൽ എത്ര പൈസ കൊടുത്താലും വക്കീലന്മാർ പോലും അടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ആ വക്കീൽ തോറ്റു തുന്നാൻ പാടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ജനങ്ങളെ ഏറ്റെടുത്തൊരു കേസാണ്. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് അതിനെ മരിക്കാറായ നിലയിലെത്തിച്ചിട്ട് അതിനെ ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ വരിക എന്ന് വെച്ചാൽ അതൊരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധമുള്ള നല്ല വക്കീലാരും തന്നെ ഈ കേസ് ഏറ്റെടുക്കാനും ആവുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ മനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട മനു ഇങ്ങനെ ആകെ അന്തിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് മനു പെട്ടെന്ന് ഗോവർദ്ധനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോവർദ്ധൻ അങ്കിളിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുശങ്കറാണ്, അങ്കിളിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ പോലീസ് രോഹിത്തിൻ്റെ റൂം സെർച്ച് ചെയ്യാൻ വേണ്ടി വന്ന് എന്നിട്ട് അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു അലീനേനെയൊക്കെ. എന്നിട്ട് അലീനയെ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നും പറഞ്ഞ് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നൊക്കെയാണ്. പക്ഷേ ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അങ്കിളിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട് നമുക്ക് വേണ്ടെന്ന് ചെയ്യാം, കാരണം അലീനയെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അലീന ഒരു തെറ്റും ചെയ്യാത്തതല്ലേ, പിന്നെ എന്തിനാണ് അവരെ സ്റ്റേഷന് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന മട്ടിൽ ഗോവർദ്ധനും മനുവും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജയ്ക്ക് അവിടെ ആശുപത്രിക്കകത്ത് കിടന്നിട്ടും രോഹിത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഏതെങ്കിലും സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോൻ്റെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ ഈ വൈജയനെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവരിച്ചിരി കൊള്ളാൻ പാകത്തിന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ആകെ ടെൻഷനാണ്. പിന്നെ ബാലേന്ദ്രൻ്റെ അവസ്ഥയാണെങ്കിൽ പറയുകയും വേണ്ട. ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ ആലോചിച്ച് പുള്ളിക്ക് ആകെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം അങ്ങോട്ട് കയറി വരുന്നൊരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മനുവിൻ്റെയും ഹരിയുടെയൊക്കെ മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞിട്ട് ആകെ സങ്കടത്തിലാണ്. അപ്പോൾ അവരെ ആരോട് ചോദിക്കാനാണ്, കമലയോട് വല്ലതും ചോദിക്കാൻ പറ്റുമോ? കമലയാണെങ്കിൽ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് അങ്ങനെ നടക്കുന്ന ഒരു സീൻ. അങ്ങനെ അവർ സങ്കടപ്പെട്ട് എല്ലാവരും മൊത്തത്തിൽ ഈ ഒരു സംഭവം അറിഞ്ഞ് നാട്ടിലും വീട്ടിലും ഒരു വിലയില്ലാണ്ടായിരിക്കില്ലേ, ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുന്നിലും ഒരു വിലയും. കൈതക്കൽ മാളിക വീട് അല്ലെങ്കിൽ നെടുമ്പുരയ്ക്കൽ ഇത്രയും ഷോപ്പും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാലചന്ദ്രൻ തന്നെ ആണെങ്കിലും അത്രയും നിലയും വിലയൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇതെല്ലാം തകിടം മറിഞ്ഞ് ഉടഞ്ഞ് മാറിയ മട്ടിലാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് രോഹിത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കും എന്നുള്ളത് അറിയില്ല. അങ്ങനെ അലീനെ അവർ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നല്ലോ. സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കോൺസ്റ്റബിൾ ഓരോ കാലം അവിടുത്തെ SI ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിന്നെ ഹരിയും രോഹിത്തും ചേർന്ന് എപ്പോഴെങ്കിലും ബലാത്സംഗത്തിനായിട്ട് ലൈംഗികമായി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴും അലീന സമ്മതിക്കുന്നില്ല. അപ്പം SI പറയുന്നുണ്ട്, ഹരിയുടെയും രോഹിത്തിൻ്റെയും വായിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തത്ത പറയും പോലെ പറയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നീ ഇല്ലെന്ന് പറഞ്ഞാലും എന്തായാലും അവർ അത് സമ്മതിച്ചിട്ടുണ്ട്. ഒടുവിൽ അലീനയ്ക്ക് ആ SIയുടെ മുമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരികയാണ്. ഇങ്ങനെ ഹരി നാരങ്ങ വെള്ളത്തിൽ ഇങ്ങനെ എന്തോ ഒരു മയക്കുമരുന്ന് പോലത്തെ സംഭവം ഇട്ട് എന്നെ കുടിപ്പിക്കുകയും എന്നെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഞാനപ്പോൾ ഒരു കത്രിക കൈ കിട്ടിയിട്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം വയറ്റിൽ കുത്തി ഇറക്കി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പോലീസ് പറഞ്ഞു, നീ അപ്പോൾ ആദ്യം വലിയ വീരവാദമൊക്കെ ഇറക്കിയല്ലോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, അത് അവർക്ക് ഒരു ദോഷം വരുത്, എനിക്ക് വേറൊന്നും സംഭവിച്ചില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ SI ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അലീനയുടെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, എന്തായാലും സ്റ്റേഷനിലെത്തി രോഹിത്തുമായിട്ട് കുറച്ച് നേരമെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അലീന വന്നത്. അപ്പോൾ അലീന കയറി വന്ന സമയത്ത് സെല്ലിനകത്ത് കിടക്കുന്ന ഹരിയെയും രോഹിത്തിനെയും കൂട്ടുകാരെയൊക്കെ കാണേണ് ഷർട്ടൊന്നും ഇല്ലാണ്ട് ഇടിച്ച് പദം വരുത്തി കണക്ക് മുഖമൊക്കെ കലങ്ങി നീര് വെച്ച് ആകെ ഒരു ഭ്രാന്തമായ രീതിയിൽ രോഹിത്തിനെയൊക്കെ കാണുകയാണ്, ഹരിയെയും കാണുകയാണ്. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ ഈ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വരുന്നതിൻ്റെ ഇടയിൽ തന്നെ അലീന എപ്പോഴോ ഹരിയുമായിട്ട് സംസാരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹരിയല്ല, നമ്മുടെ രോഹിത്തുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ മനു അലീനയെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. കാര്യം അയാൾ SI ഒരിച്ചിരി മോശമായിട്ടൊക്കെ അലീനയുടെ അടുത്ത് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ നാളെ വരുന്ന ഏകദേശം ഒരു ഇതിൽ അലീനയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സീന് മാത്രമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പ്രൊമോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.